ഹായ്, ഇംഗ്ലീഷ് സംഭാഷണങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വാക്കുണ്ട്, ക്യാൻ. ഇത് ഇംഗ്ലീഷിൽ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ സഹായക ക്രിയ എന്ന ഒരു വിഭാഗത്തിലാണ് പെടുന്നത്. ഈ ഒരു സഹായക ക്രിയയുടെ സഹായം ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ തന്നെ കഴിയില്ല. അപ്പോൾ ക്യാൻ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അത്ര അധികം പ്രാധാന്യമുള്ള ആ ഒരു കുഞ്ഞ് വാക്കിനെ പറ്റി നമുക്കിന്ന് പഠിക്കാം. ഇത് ബേസിക് ലെവലിലുള്ള ഒരു ലെസണാണ്. എല്ലാവർക്കും ഇത് മനസ്സിലാവും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ക്യാൻ എന്ന വാക്കിൻ്റെ മലയാളം മീനിങ് പറയുകയാണെങ്കിൽ കഴിയുക എന്നാണ്. നമുക്ക് കഴിയുക എന്ന് ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്യാൻ എന്ന വാക്കിനെ ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ കഴിയില്ല എന്ന് ഉപയോഗിക്കണമെങ്കിലും നമുക്ക് ക്യാൻ എന്ന ഈ കുഞ്ഞു വാക്കിൻ്റെ സഹായം വേണം. അതുപോലെ കഴിയുമോ, കഴിയില്ലേ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നമുക്ക് ക്യാൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു എക്സാമ്പിളിൽ കൂടി അത് പഠിക്കാം. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. എനിക്ക് വായിക്കാൻ കഴിയും എന്ന് നമുക്ക് പറയണം. ഐ ക്യാൻ റീഡ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, ക്യാൻ കഴിയുക, റീഡ് വായിക്കുക. ഐ ക്യാൻ റീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ കഴിയും. വളരെ സിമ്പിൾ അല്ലേ? ഞാൻ എന്നതാണ് അവിടെ സബ്ജക്റ്റ്. ഐ എന്നതിന് പകരം നമുക്ക് വി എന്നാക്കണം. നമ്മൾ, വി ക്യാൻ റീഡ്, നമുക്ക് വായിക്കാൻ കഴിയുമെന്നായി. യു, നിങ്ങൾ, യു ക്യാൻ റീഡ്, നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ദേ, അവർ, ദേ ക്യാൻ റീഡ്, അവർക്ക് വായിക്കാൻ കഴിയും. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് മാറി ഉപയോഗിക്കാം. സിംഗുലർ സബ്ജക്റ്റ് എന്നോ പ്ലൂറൽ സബ്ജക്റ്റ് എന്നോ ഇല്ല, ഒരു ചേഞ്ചും വരില്ല. മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാർ, മൈ ഫ്രണ്ട്സ് ക്യാൻ റീഡ്. സീന ഒരു ഗേളിൻ്റെ നെയിമാണ്, സീന ക്യാൻ റീഡ്, സീനയ്ക്ക് വായിക്കാൻ കഴിയും. ഓൾ ദ സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസും, ഓൾ ദ സ്റ്റുഡൻസ് ക്യാൻ റീഡ്, എല്ലാ സ്റ്റുഡൻസിനും റീഡ് ചെയ്യാൻ, വായിക്കാൻ കഴിയും. ഇനി ഈ റീഡ് എന്ന ഒരു വേർബിന് പകരം നമുക്ക് പ്ലേ എന്നാക്കാം. ഐ ക്യാൻ പ്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് കളിക്കാൻ പറ്റും. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക. ഐ ക്യാൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റും. അവിടെ നമ്മൾ വേർബ് മാറ്റി റൈറ്റ് എന്നാക്കി, എഴുതുക. ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ പറ്റും. ഐ ക്യാൻ സിങ്, സിങ് എന്ന് പറഞ്ഞാൽ പാടുക, എനിക്ക് പാടാൻ കഴിയും എന്നായി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെൽപ്പിംഗ് വേർബാണ് ക്യാൻ. ഇനി കഴിയില്ല എന്ന അർത്ഥത്തിൽ ക്യാൻ ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഐ ക്യാൻ റീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ കഴിയുമെന്നാണ്. അവിടെ നമ്മൾ ഒരു നോട്ട് എന്നുള്ള ഒരു കുഞ്ഞു വേർഡ് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഐ കനോട്ട് റീഡ്. ഐ കനോട്ട് റീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ കഴിയില്ല. ഈ കനോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ടൻ ചെയ്ത് ചുരുക്കി കാൺട്ട് എന്ന് പറഞ്ഞാൽ മതി. കനോട്ട് എന്നതിൻ്റെ ഷോർട്ടൻഡ് ഫോം ആണ് കാൺട്ട്. ഐ കാൺട്ട് റീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ കഴിയില്ല. വി കാൺട്ട് റീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ കഴിയില്ല. യു കാൺട്ട് റീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ല. അപ്പോൾ ക്യാൻ എന്നതിനെ കാൺട്ട് എന്നാക്കി മാറ്റിയാൽ നെഗറ്റീവ് മീനിങ് കിട്ടി. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും മാറി മാറി വയ്ക്കാം. ദ ബോയ്സ് കാൺട്ട് റീഡ്. ബോയ്സിന് റീഡ് ചെയ്യാൻ കഴിയില്ല, ബോയ്സിന് വായിക്കാൻ കഴിയില്ല. ഹീ കാൺട്ട് റീഡ്, അവന് വായിക്കാൻ കഴിയില്ല. കണ്ടില്ലേ, സബ്ജക്റ്റ് മാറിയാലും ഒരു ചേഞ്ചും സെൻറ്റൻസിൽ വരുന്നില്ല. അപ്പോൾ കഴിയില്ല എന്ന അർത്ഥത്തിലും നമുക്ക് ക്യാൻ എന്ന സഹായക ക്രിയ ഉപയോഗിക്കാം. ഇനി അടുത്തത്, കഴിയുമോ എന്ന ഒരു ചോദ്യം ചോദിക്കണ്ടേ? നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ യു റീഡ് എന്ന് ചോദിച്ചാൽ മതി. ക്യാൻ യു, നിങ്ങൾക്ക് വായിക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? യു ക്യാൻ റീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഇതിനെ, ഈ ക്യാൻ എന്നതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക, സബ്ജക്റ്റിനെ സെക്കൻഡ് പൊസിഷനിലേക്കും കൊണ്ടുവരിക. ക്യാൻ യു റീഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമോ എന്നായി. ക്യാൻ ഐ റീഡ് എന്ന് ചോദിച്ചാൽ എനിക്ക് വായിക്കാൻ കഴിയുമോ. ക്യാൻ വി റീഡ്, നമുക്ക് വായിക്കാൻ കഴിയുമോ. സീനയ്ക്ക് വായിക്കാൻ കഴിയുമോ എന്നാണെങ്കിലോ ക്യാൻ സീന റീഡ്. ഗേൾസിന് വായിക്കാൻ കഴിയുമോ എന്നാണെങ്കിലോ ക്യാൻ ദ ഗേൾസ് റീഡ്. ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കണമെങ്കിലും ഈസിയാണ്. വേറൊരു തരം ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമല്ലോ, ഒരു നെഗറ്റീവ് ഫോമിലുള്ള
ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ലേ എന്ന അർത്ഥത്തിൽ. അതെങ്ങനെ ചോദിക്കും? കാൺട്ട് ഷീ റീഡ് എന്ന് ചോദിച്ചാൽ അവൾക്ക് വായിക്കാൻ കഴിയില്ലേ. കാൺട്ട് ഷീ. ആദ്യം നമ്മൾ നെഗറ്റീവ് ഫോമിൽ ഷീ കാൺട്ട് റീഡ് എന്ന് പറഞ്ഞാൽ അവൾക്ക് വായിക്കാൻ കഴിയില്ല എന്നാണ്. ആ കാൺട്ട് എന്നുള്ളതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. കാൺട്ട് ഷീ റീഡ് എന്ന് ചോദിച്ചാൽ അവൾക്ക് വായിക്കാൻ കഴിയില്ലേ. കാൺട്ട് ഹീ റീഡ്, അവന് വായിക്കാൻ കഴിയില്ലേ. കാൺട്ട് യു റീഡ്, നിങ്ങൾക്ക് വായിക്കാൻ കഴിയില്ലേ. കാൺട്ട് ദേ റീഡ്, അവർക്ക് വായിക്കാൻ കഴിയില്ലേ എന്നായി. ഇനി കുറച്ച് പ്രാക്ടീസ് സെൻറ്റൻസസ് അതുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ക്യാൻ എന്ന സഹായക ക്രിയയുടെ ഉപയോഗം വളരെ നന്നായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് വൺ, ഐ ക്യാൻ കുക്ക്. എനിക്ക് പാചകം ചെയ്യാൻ കഴിയും. യു ക്യാൻ ലേൺ മെനി തിങ്സ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ലേൺ പഠിക്കുക, മെനി തിങ്സ് ഒരുപാട് കാര്യങ്ങൾ. ഷീ ക്യാൻ സ്പീക്ക് മെനി ലാംഗ്വേജസ്. അവൾക്ക് ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ കഴിയും. ദേ കാൺട്ട് പ്ലേ ഫുട്ബോൾ. അവർക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയില്ല. ഐ കാൺട്ട് ഗോ എലോൺ. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയില്ല. ഗോ പോകുക, എലോൺ ഒറ്റയ്ക്ക്. ക്യാൻ ഐ സീ ഇറ്റ്. എനിക്ക് അത് കാണാൻ പറ്റുമോ? സീ കാണുക. ക്യാൻ യു ഡ്രൈവ്. നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ കഴിയുമോ? യു കാൺട്ട് പ്രൂവ് ഇറ്റ്. നിങ്ങൾക്ക് അത് തെളിയിക്കുവാൻ കഴിയില്ല. പ്രൂവ് തെളിയിക്കുക. കാൺട്ട് വി സേ ദാറ്റ്. നമുക്ക് അത് പറയാൻ കഴിയില്ലേ. സേ പറയുക. ഇപ്പോൾ ക്യാൻ എന്ന സഹായക ക്രിയ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലായല്ലോ.